PMC പദ്ധതി ഇവിടെ എല്ലാം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ, കാർഷിക രംഗത്ത് സബ്സിഡി, എല്ലാം സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണ്. ആ അർഹതപ്പെട്ട വിഹിതം കൊടുക്കാതിരിക്കുക. ഒരു വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ പണം തരണമെങ്കിൽ ഇന്ന് കണ്ടീഷൻ അംഗീകരിക്കണം. ഏറ്റവും തെറ്റായ നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് PMC പദ്ധതി എന്നല്ല പറയേണ്ടത്, വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആ വിദ്യാഭ്യാസ പദ്ധതിക്ക് പണം കൊടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള കണ്ടീഷൻ ഉണ്ടാക്കുകയില്ല. അത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് BJPക്കും RSSനുള്ളത്? എന്ത് അധികാരമാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ളത്? അതിനെയല്ലേ നമ്മൾ എതിർക്കേണ്ടത്? PMC പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു? ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരാണത്. അതിനെയാണ് നമ്മൾ ശക്തമായി എതിർക്കേണ്ടത്. അതിനു പകരം അത് വഴിതിരിച്ചു വിട്ട് തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് BJPക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും. ഈ CPI ഇന്നുവരെ രാവിലെ ഒരു പത്രങ്ങൾ പറഞ്ഞത് മുന്നണി വിട്ടേക്കുന്നു. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CPM കീഴടങ്ങി CPIക്ക് മുന്നിൽ എന്നുള്ളതാണ്. ഇതിൽ കീഴടങ്ങേണ്ട പ്രശ്നങ്ങളും ജയിച്ചു വരേണ്ട പ്രശ്നമൊന്നും ഇതിലില്ല. ഞങ്ങളൊരു മുന്നണിയിലെ ഘടക പാർട്ടികളല്ലേ. ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം എന്ത് വിഷയമുണ്ടാകുമ്പോൾ ചർച്ച ചെയ്യും, പരിഹരിക്കും. ഞങ്ങൾ നല്ല ശക്തിയായി ഒന്നിച്ചു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. ചർച്ചകൾ ഒപ്പിടുന്നതിന് മുമ്പ് നടത്തായിരുന്നു. എപ്പോഴും നടത്താമല്ലോ ചർച്ചയ്ക്ക് ഇന്ന് സമയമുണ്ടോ? ഏതവസരങ്ങളിലും ചർച്ച നടത്താം, ഏതവസരങ്ങളിലും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാം, ഏത് കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാം. അതിന് ചർച്ചയോ ഒപ്പോ ഒന്നിനും ബാധകമല്ല. അല്ല, ഇതിൽ ആദ്യം തന്നെ വേണ്ടിരുന്നത് കേന്ദ്ര ഫണ്ടാണ്, ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി അത് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പിടുന്നതായിരുന്നില്ലേ ശരി? രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒപ്പിടുന്നതിനെ ഈ ഫണ്ടുമായിട്ട് താരതമ്യപ്പെടുത്താനും കൂട്ടിച്ചേർക്കാനും പാടില്ല. ഇത് ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റ്, അത് ആ പ്രോജക്റ്റായി കാണണം.